ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ്മെന്റ്സ് കിട്ടുന്ന കോളേജുകളാണ് IIT-കൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ IITs-ൽ പോയി പഠിക്കണം എന്ന് സ്വപ്നം കാണുന്നതും. അപ്പോൾ ഈ വർഷത്തെ അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഏകദേശം അതിൻ്റെ ഒരു മെജോറിറ്റി ഓഫ് ദി പാർട്ടും പ്രധാനപ്പെട്ട IITs-ലെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. 2024-ലെ നമ്മുടെ മേജർ ആയിട്ടുള്ള IITs-ലുള്ള പ്ലേസ്മെന്റുകൾ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. അതിൽ ആഫ്റ്റർ പ്ലേസ്മെന്റ് സീസൺ ഇൻ IITs in 2024 നമുക്ക് കാണാൻ പറ്റുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ 55.9% സ്റ്റുഡൻസ് മാത്രമാണ് ക്യാമ്പസ് പ്ലേസ്മെന്റ്സിന് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10%ഓളം ആളുകൾ ഔട്ട്സൈഡ് ക്യാമ്പസ് ജോലി കണ്ടെത്തി. അതുപോലെ തന്നെ 11.8% കുട്ടികളും ഹയർ സ്റ്റഡീസിന് പോയി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നിയർലി ഒരു 10% സ്റ്റുഡൻസ് പബ്ലിക് സർവീസിലേക്ക് മൂവ് ചെയ്തു. അതുപോലെ തന്നെ അതേഴ്സ് ആയിട്ട് ഒരു 5.9% ഉണ്ട്. ആൻഡ് സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്ന പ്രോഗ്രാമുകൾ സ്വന്തമായിട്ട് ഓൺടർപ്രന്യേഴ്സ് ആവാൻ വേണ്ടിയിട്ട് 2.9% കുട്ടികളും പോയിട്ടുണ്ട്. ഇതാണ് നമുക്കൊരു ഓവറോൾ റിപ്പോർട്ടായിട്ട് പറയാൻ സാധിക്കുക. ആസ് യൂഷ്വൽ പറയുന്ന പോലെ തന്നെ IIT-ൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികളും അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് അറ്റൻഡ് ചെയ്തൊരു ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ 4-5 വർഷം കൊണ്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും അവിടുത്തെ എക്സ്പോഷറിലും പല ആളുകളും സ്വന്തമായിട്ട് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. കുറേ ആളുകൾ പബ്ലിക് സർവീസിലേക്ക്, സിവിൽ സർവീസ് എക്സാം പോലുള്ള പരീക്ഷകളിലേക്ക് മൂവ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന ഒരുപാട് കുട്ടികൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി PhD-ക്ക് വേണ്ടിയിട്ടും അതുപോലെ MS ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സ്കോളർഷിപ്പോട് കൂടി വേൾഡിലെ തന്നെ അറിയപ്പെടുന്ന കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കാൻ പോകുന്ന ആളുകളുമുണ്ട്. ആൻഡ് ആദ്യമായിട്ട് നമ്മുടെ IIT ബോംബെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ജോബ് ഓഫേഴ്സ് 1475 കുട്ടികളാണ് അക്സെപ്റ്റ് ചെയ്തത്. അതിൽ 1650 ഓഫറുകൾ ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ സമയത്ത് കുട്ടികൾക്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്. അതിൽ 1475 പേരാണ് ഓഫർ അക്സെപ്റ്റ് ചെയ്തത്. ഹയസ്റ്റ് പാക്കേജ് ആയിട്ട് വന്നത് 2.2 crore per annum ആണ്. നമ്മൾ യൂഷ്വലി കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിലുള്ള കുട്ടികൾക്കാണ് ഇത്രയും ഹയസ്റ്റ് പാക്കേജുകൾ കിട്ടാറുള്ളത്. ആവറേജ് പാക്കേജ് 23.5 lakh per annum ആണ് ഈ വർഷം IIT ബോംബെയിൽ വന്നിട്ടുള്ളത്. ആൻഡ് അടുത്ത IIT ബോംബെയിലെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ടുള്ളത് ഗൂഗിൾ, ക്വൽകോം, അതുപോലെ ഇന്റൽ, സാംസങ്, ടാറ്റ പോലുള്ള കമ്പനികളാണ് ഏറ്റവും വലിയ ഓഫറുകൾ കൊടുത്തിട്ടുള്ളത്. IIT ഡൽഹിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 1150 അക്സെപ്റ്റഡ് ഓഫറുകളുണ്ട്. 1200 ഓഫർ കൊടുത്തിട്ടുള്ളത്. അതിൽ ഹയസ്റ്റ് പാക്കേജ് വന്നിട്ടുള്ളത് 2.4 crore per annum ആൻഡ് ആവറേജ് പാക്കേജ് 18 lakh per annum ആണ് ഈ വർഷം വന്നിട്ടുള്ളത്. IIT ഡൽഹി, അമേരിക്കൻ എക്സ്പ്രസ്, സാംസങ്, ഗൂഗിൾ, അതുപോലെ ഗോൾഡ്മാൻ സാക്സ്, ഒറാക്കിൾ, ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സ് പോലുള്ള കോർ ആൻഡ് നോൺ കോർ കമ്പനികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വർഷം വന്നിട്ടുണ്ട്. IIT മദ്രാസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 1091 ജോബ് ഓഫറുകളാണ് കുട്ടികൾ അക്സെപ്റ്റ് ചെയ്തത്. 256 കമ്പനികളിലായിട്ടാണ് അത് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. 4.3 crore per annum. ഇത് നിങ്ങൾ ചിലപ്പോൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവാം. US-ലുള്ള നമ്മുടെ വാൾ സ്ട്രീറ്റിലെ ഒരു കമ്പനിയാണ് ഒരു വർഷം 4.3 crore സാലറി ഓഫർ ചെയ്തുകൊണ്ട് ഒരു കുട്ടിയെ എന്ത് ചെയ്തിട്ടുള്ളത്, സെലക്ട് ചെയ്തിട്ടുള്ളത്. ആവറേജ് പാക്കേജ് 22 lakh per annum ആണ് ഈ വർഷം വന്നിട്ടുള്ളത്. IIT മദ്രാസിലും ആമസോൺ, ഒറാക്കിൾ, സാംസങ്, അതുപോലെ ബജാജ്, EY, ഇന്റൽ പോലുള്ള കമ്പനികൾ വന്ന് ധാരാളം ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. IIT കാൺപൂരിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 1109 സ്റ്റുഡൻസ് ആണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. ആവറേജ് പാക്കേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിന്റെ ആവറേജ് പാക്കേജ് എന്ന് പറയുന്നതിന് 56 lakh per annum ആണ്. കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിലുള്ള സ്റ്റുഡൻസിന് മാത്രം ആവറേജ് പാക്കേജ് ആണത്. ഓവറോൾ ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26.27 lakh per annum ആണ് വന്നിട്ടുള്ളത്. IIT കാൺപൂരിൽ റിലയൻസ്, ഒറാക്കിൾ, ഗൂഗിൾ, ടാറ്റ, NVIDIA പോലുള്ള കമ്പനികൾ വന്നിട്ട് ഈ വർഷം ഒരുപാട് ജോബ് ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. ഖരഗ്പൂരിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 1747 സ്റ്റുഡൻസ് ആണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. കുറച്ചുകൂടി വലിയ ക്യാമ്പസ് ആണ്. മോർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓരോ ബാച്ചിൽ പുറത്തിറങ്ങുന്നുണ്ട്. ഇത്രയും കുട്ടികൾക്ക് ജോബ് ഓഫർ ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. ഹയസ്റ്റ് പാക്കേജ് 2.68 crore per annum. അതുപോലെ ആവറേജ് വരുന്നത് 24.5 lakh per annum ആണ്. IIT ഖരഗ്പൂരിൽ നമുക്ക് ആപ്പിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങി ബാക്കി നേരത്തെ മെൻഷൻ ചെയ്ത പോലെ കമ്പനികളൊക്കെ ഈ വർഷവും എന്ത് ചെയ്തിട്ടുണ്ട്, ജോബ് ഓഫറുകൾ ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേരളത്തിലെ IIT പാലക്കാടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ജോബ് ഓഫേഴ്സ് ഓവർ 120 കമ്പനികൾ ക്യാമ്പസ് വിസിറ്റ് ചെയ്തു. അതിൽ ഹയസ്റ്റ് പാക്കേജ് വന്നിട്ടുള്ളത് 41.6 lakhs per annum ആണ്. ആവറേജ് 15.88 lakh per annum ആണ്. അപ്പോൾ ഇൻ മൈ ഒപ്പീനിയൻ ഈ ക്യാമ്പസ് തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ ആവറേജ് 15.88 lakh per annum വന്നു എന്നുള്ളത് ആക്ച്വലി എന്താണ്, നല്ലൊരു കാര്യം തന്നെയാണ്. IIT പാലക്കാട് എനിക്ക് തോന്നുന്നത് ഇനിയും കൂടുതൽ ഭാവിയിൽ ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനേ സാധ്യതയുള്ളൂ. എന്ന് മാത്രമല്ല കൂടുതൽ നല്ല കുട്ടികളും എന്ത് ചെയ്യും, IIT പാലക്കാട് ചൂസ് ചെയ്യാൻ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അഡോബി, അക്സെഞ്ചർ, അതുപോലെ ICICI ബാങ്ക്, ടാറ്റ, HCL പോലുള്ള കമ്പനികളൊക്കെ വന്നുകൊണ്ട് IIT പാലക്കാടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജോബ് ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല 2024 ഡിഫറെന്റ് IIT ഗ്രാജുവേറ്റ്സ് ഓൾറെഡി തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുടെ പേരുകളാണ് ഈ കാണുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വളർന്നിട്ടുള്ള, ഗ്രോ ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകളും ഇത് കൂടാതെ നിരവധി സ്റ്റാർട്ടപ്പുകൾ ആക്ച്വലി ഉണ്ട്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള
കമ്പനികൾ തന്നെയാണ് ഇന്ന് നമുക്ക് പരിചയമുള്ള ഫ്ലിപ്കാർട്ട് ആവട്ടെ, സൊമാറ്റോ ആവട്ടെ, അങ്ങനെ ഒരുപാട് കമ്പനികൾ, എയ്ത്തർ, ഓല പോലുള്ള ഒരുപാട് കമ്പനികളുടെ തുടക്കം എവിടുന്നാണ്? IITians ആയിട്ടുള്ള ഫൗണ്ടേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇലക്ട്രിക് സെഗ്മെന്റിലായാലും മൈൻഡ് ഗ്രോവ് സിലിക്കോൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അൽമ ബെറ്റർ, ക്വാർക്ക് AI പോലുള്ള കമ്പനികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫറെന്റ് IITസിൽ നിന്ന് ഗ്രാജുവേറ്റ് ആവുന്ന കുട്ടികൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വർഷത്തെ IIT 2024 IITയിലെ പ്ലേസ്മെന്റ് റിപ്പോർട്ടിന്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യണം. എന്ന് മാത്രമല്ല, നിങ്ങൾ ഇതിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഡ്രീം IIT ഏതാണ്, ഡ്രീം ബ്രാഞ്ച് ഏതാണെന്നുള്ളത് കമന്റ് ബോക്സിൽ ഡെഫിനറ്റ്ലി എല്ലാവരും പറയണം. നമുക്കറിയാം, അതായത് ഇതെല്ലാം വളരെ അച്ചീവ് ചെയ്യാൻ നമ്മൾ നല്ലോണം വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം, കോമ്പറ്റീഷനെ അതിജീവിച്ചിട്ട് വേണം IITസിലേക്ക് എത്താൻ. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ബട്ട് ഓൾവേസ് നമ്മൾ എപ്പോഴും ഡ്രീം ചെയ്യുന്നത് എന്തായിരിക്കണം? അത് ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കണം എന്ന് തന്നെ ആയിരിക്കണം. അവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ആലോചിക്കുക, ഒരു BTech ഡിഗ്രി കിട്ടുക എന്നുള്ളത് ആയിരിക്കില്ല പലരുടെയും ഉദ്ദേശം. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഓപ്പർച്യൂണിറ്റീസും ഇതിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ ഇതിൽ ഓൾറെഡി ഈ വഴിയിൽ പോയിട്ടുള്ള ആളുകളുടെ അലുമിനി നെറ്റ്വർക്കിന്റെ ഒരു എക്സ്പോഷറും നേടിയെടുക്കുക, അതിലൂടെ ഏറ്റവും നല്ല അവസരങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് IITസിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അവിടെ ഹയർ സ്റ്റഡീസിന് പോയിട്ടുള്ള സീനിയേഴ്സ് ഉണ്ടാകും, ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് വന്ന് ജോലി ചെയ്യുന്ന പ്രൊഫസേഴ്സ് ഉണ്ടാകും, സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പുകൾ ബിൽഡ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള സീനിയേഴ്സിന്, അലുമിനൈസിന് നിങ്ങൾക്ക് IITസിൽ പരിചയപ്പെടാൻ സാധിക്കും. ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് വഴി ഹൈ സാലറി പാക്കേജിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ഏരിയാസിൽ സിവിൽ സർവീസിന് പോയി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട്. നേരെ കാറ്റ് എഴുതി MBA IIMൽ പോയി ജോയിൻ ചെയ്ത് MBA ചെയ്യുന്ന ആളുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ഒരു പാഷൻ എന്താണോ അതിലേക്ക് എത്താൻ ആക്ച്വലി എന്താണ്, IITകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബാക്കി കോളേജുകൾക്ക് ഓഫർ ചെയ്യാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. JEE റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും.